Hi everyone and welcome to my channel. My name is Vinayak PG and this is PG Creation. Hi friends, നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് എക്സ്റ്റെൻഡഡ് പ്രിമിറ്റീവ്സിൽ സ്പിൻഡിൽ എന്ന ഓപ്ഷനാണ്. അതിനായി കമാൻഡ് പാനലിലെ സ്റ്റാൻഡേർഡ് പ്രിമിറ്റീവ്സിന്റെ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അവിടെ നമുക്ക് കുറേ ഓപ്ഷൻസ് കാണാം. അതിൽ എക്സ്റ്റെൻഡഡ് പ്രിമിറ്റീവ്സ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം സ്പിൻഡിൽ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ജസ്റ്റ് ആദ്യം ഒരു സർക്കിൾ ഷേപ്പ് വരച്ചു കൊടുക്കുക. അതിനുശേഷം ഹൈറ്റ് വരച്ചു കൊടുക്കുക. അതിനുശേഷം എങ്ങനെയാണോ സ്പിൻഡിൽ ചെയ്യേണ്ടത് കണ്ടോ, ഈ ക്യാപ് ഹൈറ്റ് എത്രയാണ് വേണ്ടത് അത് വരച്ചു കൊടുക്കുക. ഒന്നുകിൽ നമ്മൾ ഇങ്ങനെ വരച്ചു കൊടുക്കാം, അല്ലെങ്കിൽ വരയ്ക്കുന്നതിനൊപ്പം ഇവിടെ മാറ്റാം. കണ്ടോ, വരയ്ക്കുന്നതിനൊപ്പം ഇവിടെ നമുക്ക് ഏത് വാല്യൂ ആണോ പാരാമീറ്റേഴ്സിൽ എഡിറ്റ് ചെയ്യേണ്ടത് അത് ജസ്റ്റ് എഡിറ്റ് ചെയ്ത് കൊടുക്കാം. ഇത് നമുക്ക് സൂം ചെയ്ത് 4 വ്യൂ പോർട്ട് സൂം ചെയ്ത് കാണാൻ സൂം എക്സ്റ്റെൻഡ് എന്ന് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇത് നമ്മൾ ഓയിൽ ടാങ്ക് പോലെയാണ്. ജസ്റ്റ് ഓയിൽ ടാങ്ക് വരയ്ക്കുക, ജസ്റ്റ് ക്ലിക്ക് ചെയ്തു, അതിനുശേഷം വരച്ചു. പക്ഷെ ഓയിൽ ടാങ്കിൽ നമ്മൾ വരയ്ക്കുമ്പോൾ കണ്ട ഒരു സ്മൂത്ത് ആയിട്ടാണ് ഈ ക്യാപ് ഹൈറ്റ് കിട്ടുന്നത്. ഈ ഏരിയ സ്മൂത്ത് ആയിട്ടാണ് കിട്ടുന്നത്. പക്ഷെ ഇവിടെ നമുക്കൊരു കോൺ ഷേപ്പിലാണ് നമ്മുടെ ഷേപ്പ് ക്രിയേറ്റ് ആവുന്നത്. അതാണ് ഇവിടെ സ്പിൻഡിലുള്ള ഒരു വ്യത്യാസം. കണ്ട, കോൺ ഷേപ്പിലാണ് നമുക്ക് കിട്ടുന്നത്. അപ്പൊ നമ്മൾ ജസ്റ്റ് എസ്കേപ്പ് കൊടുത്തു, അതിനുശേഷം ക്യാപ്സ്യൂൾ അല്ല ഓയിൽ ടാങ്ക് ജസ്റ്റ് ഡിലീറ്റ് ചെയ്തു. അതിനുശേഷം നമുക്കിത് ഇനി ഇതിൽ എഡിറ്റ് ചെയ്യണമെങ്കിൽ ജസ്റ്റ് ഇത് ക്ലിക്ക് ചെയ്യുക, ആദ്യം ഒബ്ജക്റ്റ് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം പ്ലസ് ഐക്കണ് ജസ്റ്റ് റൈറ്റ് സൈഡിലുള്ള മോഡിഫൈ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം റേഡിയസ് ഇൻക്രീസ് ചെയ്യണമെങ്കിൽ റേഡിയസ് ഇൻക്രീസ് ചെയ്യാം. കണ്ട, റേഡിയസ് ഇൻക്രീസ് ചെയ്യുമ്പോൾ റേഡിയസ് ഇൻക്രീസ് ആവുന്ന കാണാം. ഡിക്രീസ് ചെയ്യണമെങ്കിൽ ഡിക്രീസ് ചെയ്യാം. ഹൈറ്റ് ഇൻക്രീസ് ചെയ്യുമ്പോൾ ഹൈറ്റ് ഇൻക്രീസ് ചെയ്യുന്ന കാണാം. കണ്ട, ഇനി ക്യാപ് ഹൈറ്റ് പറഞ്ഞാൽ ഈ ഒരു പോയിന്റിൽ നിന്ന് ഈ ഒരു പോയിന്റിലേക്കുള്ള ഹൈറ്റ് അത് ഇൻക്രീസ് ചെയ്യണമെങ്കിൽ കണ്ട അത് ഇൻക്രീസ് ചെയ്യുക. എത്രയാണോ മാക്സിമം ഒരു എമൗണ്ട് ഉണ്ട് അതിന് മേലേക്ക് ഇൻക്രീസ് ചെയ്തിട്ടില്ല. കണ്ട, ഇപ്പൊ ഈ കോർണറിലേക്ക് എത്തി, നമുക്ക് ഈ ഹൈറ്റ് ഇൻക്രീസ് ചെയ്തിട്ടില്ല. കണ്ട, ഈ ഹൈറ്റ് മാക്സിമം എത്തി. അപ്പൊ വേണ്ടെങ്കിൽ ജസ്റ്റ് റൈറ്റ് ക്ലിക്ക് ചെയ്യുക. അപ്പൊ കണ്ട കറക്റ്റ് ഒരു ഏറ്റവും മിനിമം ഇതാണ് 0.1. കണ്ട, 0 അടിച്ചു കൊടുത്താലും 0.1 എന്ന് വരും. ഇനി നമുക്ക് രണ്ട് തരത്തിലുള്ള ഹൈറ്റ് ഉണ്ട്. അതിന് മുന്നേ ഞാൻ ഈ ഷേപ്പ് ഒന്ന് ഏകദേശം വരച്ചിരിക്കുകയാണ്. കണ്ട ഓവറോൾ ഹൈറ്റ് ഇപ്പൊ ഉള്ളത് 28.75 എന്ന് പറയുന്നത് ഓവറോൾ ഹൈറ്റ് ആണ്. അതായത് ഈ ഒരു ടോപ്പ് പോയിന്റിൽ നിന്ന് ഈ ഒരു ടോപ്പ് പോയിന്റിലേക്കുള്ള ഹൈറ്റ് ആണ് ഓവറോൾ ഹൈറ്റ്. അത് ഞാൻ സെന്റർ ടു സെന്റർ ആണ് കൊടുക്കുന്നതെങ്കിൽ ഈ പോയിന്റിൽ നിന്ന് ഈ പോയിന്റിലേക്കുള്ള ഹൈറ്റ് ആയിട്ട് കിട്ടും. അപ്പോൾ ഇവിടെ ഹൈറ്റ് കൂടുന്നത് കാണാം, കാരണം ക്യാപ് ഹൈറ്റ് കൂട്ടാണ്ടുള്ള ഹൈറ്റ് ആണ്. കണ്ടോ, ഇപ്പൊ സെന്റർ ടു സെന്റർ ഹൈറ്റ്, അതായത് ഈ സെന്ററിൽ നിന്നുള്ള ഈ സെന്ററിലേക്കുള്ള ഹൈറ്റ് ആണ് 28.75. അതല്ലാണ്ട് എക്സ്ട്രാ ബോട്ടത്തിലും ടോപ്പിലും ക്യാപ് ഹൈറ്റ് ഉണ്ട്. ടോട്ടൽ ഹൈറ്റ് ആണ് നമുക്ക് 28.75 ഉണ്ടെങ്കിൽ ജസ്റ്റ് ഓവറോൾ ഹൈറ്റ് കൊടുക്കുക. അതിനുശേഷം ബ്ലെൻഡ് എന്ന് ഓപ്ഷൻ പറഞ്ഞാൽ ഈ സെന്ററും ഈ ക്യാപ്പും തമ്മിൽ കൂട്ടിമുട്ടുന്ന ഈ ഒരു ലൈനില്ലേ, ആ ലൈനിന്റെ അവിടെ നമുക്ക് ബ്ലെൻഡ് ചെയ്യണമെങ്കിൽ കുറച്ച് എത്രയാണോ ബ്ലെൻഡ് ചെയ്യേണ്ടത് ആ ലെങ്ത് നമ്മൾ വരച്ചു കൊടുക്കുക. കണ്ടോ, ബ്ലെൻഡ് അവിടെ ജസ്റ്റ് റൈറ്റ് ക്ലിക്ക് കൊടുത്താൽ 0 ആവും. അപ്പൊ കണ്ടോ, ഇവിടെ ഒറ്റ ലൈനല്ലേ, ആ ഈ ഒരു കോർണർ ആയിട്ടാണ് ഈ സർഫസ്. അവിടെ നമുക്ക് സ്മൂത്ത് ആക്കണമെങ്കിൽ ജസ്റ്റ് ബ്ലെൻഡ് ചെയ്യാം. എത്ര അളവിൽ സ്മൂത്ത് ആക്കണം ആ അളവെന്ന് വരച്ചു കൊടുക്കും. കണ്ടോ, അങ്ങനെ വരയ്ക്കുമ്പോൾ ഈ ഇവിടെ കണ്ടോ ഒരു കർവ് ഷേപ്പ് ക്രിയേറ്റ് ആവുന്നതാണ്. അത് എത്ര അളവാണോ വേണ്ടത്, എത്ര സെന്റിമീറ്റർ വേണ്ടതെങ്കിൽ അത് നമുക്ക് വരച്ചു കൊടുക്കാം. വേണ്ടെങ്കിൽ ജസ്റ്റ് റൈറ്റ് ക്ലിക്ക് അടിച്ചു കൊടുക്കുക, 0 ഷേപ്പ് കിട്ടും. അല്ല, 0 എന്ന് അളവ് വരും അവിടെ. അതിനുശേഷം സൈഡ്സ് മിനിമം പറഞ്ഞ 3 ആണ്, മാക്സിമം പറഞ്ഞ 200 ആണ്. അപ്പൊ എത്രയാണോ വേണ്ടത് നമുക്ക് അതിനനുസരിച്ച് വരച്ചു കൊടുക്കുക. അതിനുശേഷം ക്യാപ് സെഗ്മെന്റ് പറഞ്ഞാൽ ഈ ക്യാപ്പിൽ എത്രയാണോ സെഗ്മെന്റ് വേണ്ടത് അവിടെ മാത്രം സെഗ്മെന്റ് ആഡ് ചെയ്യണമെങ്കിൽ അവിടെ സെഗ്മെന്റ് ആഡ് ചെയ്യണമെങ്കിൽ ക്യാപ് സെഗ്മെന്റ് ആഡ് ചെയ്യാം. ഇനി ഹൈറ്റ് സെഗ്മെന്റ് ആഡ് ചെയ്യുമ്പോൾ അവിടെ സെഗ്മെന്റ് ആഡ് ആവുന്നത് കാണാം. ഹൈറ്റ് സെഗ്മെന്റ് ആഡ് ചെയ്യുമ്പോൾ ഹൈറ്റിൽ സെഗ്മെന്റ് ആഡ് ആവുന്നത് കാണാം. ഞാൻ ക്യാപ് സെഗ്മെന്റ് കുറച്ചു, ഹൈറ്റ് സെഗ്മെന്റ് ആഡ് ചെയ്ത്. ഇനി സ്മൂത്ത് ആദ്യം ഞാൻ F3 നെക്കി, F4 നെക്കി. അപ്പൊ ഇപ്പൊ ഓൾറെഡി സ്മൂത്ത് ആയിട്ടാണ് നമ്മുടെ ഒബ്ജക്റ്റ് ഉള്ളത്. ഈ സ്മൂത്ത് ഓഫ് ആക്കണമെങ്കിൽ ജസ്റ്റ് സ്മൂത്ത് ഓഫ് ആക്കി കൊടുക്കുക. സ്മൂത്ത് ഓഫ് ആക്കി കൊടുത്താൽ സൈഡും ക്യാപ് സെഗ്മെന്റിന്റെ ഒക്കെ അല്ലാതും വിസിബിൾ ആയിട്ട് കാണാൻ പറ്റും. നല്ല സ്മൂത്ത് അല്ല, ഓരോ ഫേസുകൾ നമ്മളുള്ള എഡ്ജ് പോർഷൻസ് കാണാം. ഈ ചെറിയ ചെറിയ ഫേസുകൾ വെച്ച് ക്രിയേറ്റ് ആയ ആ ഒരു ഷേപ്പ് കാണാൻ പറ്റും. അത് കാണേണ്ട സ്മൂത്തിലെ നമുക്ക് കണ്ടാൽ മതിയെങ്കിൽ ജസ്റ്റ് സ്മൂത്ത് ഓപ്ഷൻ ഓൺ ആക്കി കൊടുക്കുക.
അതിനുശേഷം നമുക്ക് കട്ട് ചെയ്യണമെങ്കിൽ സ്ലൈസ് ഓൺ ആക്കി കൊടുക്കുക. എത്ര ആംഗിളാണോ കട്ട് ചെയ്യേണ്ടത് അത് ജസ്റ്റ് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ കട്ട് 45 ഡിഗ്രി കട്ട് ചെയ്ത് കിട്ടി. ഞാൻ 180 ഡിഗ്രിയിലാണ് കട്ട് ചെയ്യണമെങ്കിൽ ജസ്റ്റ് 180 അടിച്ചു കൊടുക്കുക. ഈ 135 ആണെങ്കിൽ 135. ഇനി ഇവിടെ ഒരു 35 ഡിഗ്രി നമുക്ക് കളയണമെങ്കിൽ ഒരു 45 ഡിഗ്രി കളയണമെങ്കിൽ ഇവിടെ ജസ്റ്റ് 45 അടിച്ചു കൊടുത്താൽ കണ്ട ആ 45 പോയി ഇങ്ങനെ ഒരു ഷേപ്പ് കിട്ടും. അപ്പൊ എങ്ങനെയാണ് നമുക്ക് കട്ട് ചെയ്യുന്നത് അതിനനുസരിച്ച് സ്ലൈസ് ഫ്രമിലും എമൗണ്ട് അടിച്ചു കൊടുക്കുക, സ്ലൈസ് ടൂലും എമൗണ്ട് അടിച്ചു കൊടുക്കുക. അതിനനുസരിച്ച് നമുക്ക് ഡിഫറെന്റ് ഷേപ്പുകൾ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ് നോക്കാം. താങ്ക് യു ഫോർ വാച്ചിങ്.